തുടക്കം തൊട്ടുള്ള ആത്മവിശ്വാസം ഇപ്പോഴും തുടരുകയാണ് UDF ക്യാമ്പ്. ജംഷീർ, നമുക്കറിയാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ട് UDFന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരുന്നു എന്നുള്ള കാര്യം. അവർ എല്ലാ തരത്തിലും പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ വളരെ മികച്ച രീതിയിൽ വളരെ വേഗത്തിൽ തന്നെ ഓരോ കാര്യങ്ങളും പൂർത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. അവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ലീഗിന്റെ ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ എന്ന് പറയുന്നത്. നിലമ്പൂരിൽ ഈ പറയുന്നത് പോലെ ജയം അനിവാര്യമാണ്, അത് അത്രത്തോളം അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ളൊരു പ്രവർത്തനമാണ് ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായതല്ലേ? തീർച്ചയായിട്ടും അമൃത, മുസ്ലിം ലീഗ് ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കൃത്യമായ ഒരു പ്രവർത്തനമാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് കൃത്യമായ നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് തന്നെ കൃത്യമായ ഒരു നിർദ്ദേശം മുസ്ലിം ലീഗ് താഴെ തട്ടിലേക്ക് തന്നെ നേതൃത്വം നൽകിയിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്താണ് മലപ്പുറം പോലുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജില്ലയിൽ അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശമായ സാഹചര്യം ഉണ്ടായാൽ അത് മുസ്ലിം ലീഗിനെ കൂടി ബാധിക്കും എന്ന തരത്തിലുള്ള കൃത്യമായ നിർദ്ദേശം പാർട്ടിക്ക് നൽകിയിരുന്നു, പാർട്ടി താഴെ തട്ടിലേക്ക് തന്നെ നൽകിയിരുന്നു. മാത്രമല്ല സംസ്ഥാന നേതൃത്വവും ഉൾപ്പെടെ എല്ലാവരും യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ഓരോ പഞ്ചായത്തുകളിലും കൃത്യമായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നൽകിയിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് മുസ്ലിം ലീഗ് നടത്തിയത് എന്നുള്ളതാണ്. ആര്യടൻ ഷൗക്കത്ത് തന്നെ ആ കാര്യം എടുത്തു പറയുകയുണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ കടന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങൾ, ഇപ്പോൾ മുത്തടം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ UDFന് ലീഡ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി വിലയിരുത്തപ്പെടുന്നു. മുസ്ലിം ലീഗ് പരമാവധി വോട്ടുകൾ എന്ന് വെച്ചാൽ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിയുന്ന മുഴുവൻ വോട്ടുകളും അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. താഴെ തട്ടിലുള്ള ഒരു പ്രവർത്തനമാണ്, ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. മുഴുവൻ നേതാക്കന്മാരും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള കൃത്യമായൊരു പ്രവർത്തനമായിരുന്നു എന്നുള്ളതാണ്. UDFും തന്നെ വളരെ കെട്ടുറപ്പോടു കൂടിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു. നേരത്തെ അസ്ലം സൂചിപ്പിച്ചതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടമായി കണ്ടുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു UDFിൻ്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അമൃത. ശരി, ജംഷീർ കുറിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.